അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പഴയ കാലത്ത് ഗ്രാമങ്ങളിൽ രാത്രിയിൽ വിളക്കുകൾ മാത്രം തെളിഞ്ഞിരുന്ന പുലർച്ചെ ബാങ്ക് വിളിയുടെ ശബ്ദം കേട്ട് ആളുകൾ ഉണർന്നിരുന്ന ഒരു ചെറിയ കാലമുണ്ടായിരുന്നു. മാൽപൂർ എന്ന ചെറിയ ഒരു ഗ്രാമത്തിൽ ഏതാണ്ട് 150 വീടുകളും ഒരു കിണറും ഒരു പള്ളിയും ചെറിയ ഒരു കടയും മുതിർന്നവർ ഒത്തുകൂടുന്ന ഒരു രീതിയായിരുന്നു. ഒരു ശീതകാല രാത്രിയിൽ ആ ഗ്രാമത്തിലെ പള്ളിയിലെ ഇമാമായ ഇബ്രാഹിം തഹജ്ജുദ് നമസ്കാരത്തിനായി എണീറ്റു. വുളു എടുത്ത് അദ്ദേഹം പള്ളിയിലേക്ക് നടക്കുമ്പോൾ വാതിലിനടുത്ത് എന്തോ അനങ്ങുന്നത് കണ്ടു. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ പഴയൊരു പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ ഒരു നവജാത ശിശു കിടക്കുന്നതാണ് കണ്ടത്. ഇത്രയും കഠിനമായ തണുപ്പിൽ ആ കുഞ്ഞ് ചെറിയ ശബ്ദത്തിൽ കരയാൻ ശ്രമിക്കുകയായിരുന്നു. ഇമാം ഒട്ടും ചിന്തിക്കാതെ ആ കുഞ്ഞിനെയും എടുത്ത് തന്റെ വീട്ടിലേക്ക് നടന്നു. അവർക്ക് സ്വന്തമായി കുട്ടികളില്ലായിരുന്നു. നേരം പുലർന്നപ്പോഴേക്കും ഗ്രാമത്തിൽ വാർത്ത പരന്നു. 2-3 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞായിരുന്നു അത്. ആരും ആ കുഞ്ഞിനെ അന്വേഷിച്ച് വരാതിരുന്നപ്പോൾ ഇമാം പറഞ്ഞു, അല്ലാഹുവേ, ഈ കുഞ്ഞിനെ നമ്മുടെ പള്ളിവാതിൽക്കൽ എത്തിച്ചതാണ്. യഥാർത്ഥ അവകാശികൾ വരുന്നത് വരെ ഇവൻ നമ്മുടെ വീട്ടിൽ വളരും. ഞാൻ അവനെ വളർത്തും. അവർ അവന് നൂർ എന്ന് പേരിട്ടു. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടയിൽ അവന്റെ കഴുത്തിൽ കറുത്ത നൂലിൽ കോർത്ത വളരെ പഴയൊരു വെള്ളരി വരിഞ്ഞാണം ഏലസ് ഇമാം കണ്ടു. അത് വളരെ ദൃഢമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. കരീം ഖാൻ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അദ്ദേഹം കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സമ്പത്തും ആദരവും ഉണ്ടായിരുന്നു. എന്നാൽ കുട്ടികളില്ലായിരുന്നു കേട്ടോ. കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസവും സമ്പത്തും നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. യൂസഫ് പള്ളിക്ക് സമീപം താമസിക്കുന്ന പാവപ്പെട്ട കൽ തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സുബൈദാക്ക് 10 വർഷമായി കുട്ടികളില്ലാത്തതിന്റെ സങ്കടത്തിലുമായിരുന്നു. നൂർ വന്നതു മുതൽ സുബൈദ എല്ലാ ദിവസവും ഇമാമിന്റെ വീട്ടിൽ വന്ന് കുഞ്ഞിനെ എടുത്ത് മണിക്കൂറുകളോളം ഇരിക്കുമായിരുന്നു. തങ്ങൾ പാവപ്പെട്ടവരാണെങ്കിൽ കുഞ്ഞിന് സ്നേഹവും തണലും നൽകുമെന്ന് യൂസുഫ് ഇമാമിനോട് പറഞ്ഞു. ദരിദ്രനായ യൂസുഫിനേക്കാൾ പണക്കാരനായ കരീം ഖാന് കുഞ്ഞിനെ നൽകുന്നതാണ് നല്ലതെന്നായിരുന്നു ഗ്രാമവാസികളുടെ അഭിപ്രായം. എന്നാൽ കരീം ഖാന്റെ ഭാര്യ റഹീം ഉള്ളിൽ എന്തോ വലിയ സങ്കടം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കരീം ഖാന്റെ വീട്ടിലേക്ക് 10 വർഷം മുമ്പ് ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഹാജറ എന്ന പ്രായമായ സ്ത്രീ വന്നു. പള്ളിയിൽ കിട്ടിയ ആ കുഞ്ഞ് ആരുടേതാണെന്ന് തനിക്കറിയാമെന്നും അവർ കരീം ഖാനോട് പറഞ്ഞു. ഇത് കേട്ടതോടെ കരീം ഖാൻ പരിഭ്രാന്തനായി. അടുത്ത ദിവസം പുലർച്ചെ കീന എന്ന പാവപ്പെട്ട യുവതി മാൽപൂർ ഗ്രാമത്തിലെത്തി. തളർന്നു വശം കെട്ട അവൾ നേരെ പള്ളിയിലേക്കാണ് നടന്നത്. അവൾ ഇമാമിന്റെ വീട്ടിലെത്തി കുഞ്ഞിനെ കണ്ട് കരയാൻ തുടർന്ന് സക്കീന തന്റെ കഥ ഇമാമിനോട് വെളിപ്പെടുത്തി. 5 വർഷം മുമ്പ് അവൾ കരീം ഖാന്റെ ഒരു ദൂരത്തുള്ള ബന്ധുവായിരുന്നു. കരീം ഖാൻ അവളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ചു. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കരീം ഖാൻ പണം നൽകി ഒതുക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് പണമല്ല തന്റെ അവകാശമാണ് വേണ്ടിയിരുന്നതെന്ന് ഗ്രാമത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒറ്റപ്പെട്ട അവൾ ഒടുവിൽ പ്രസവിച്ചു. എന്നാൽ കുഞ്ഞിന് നല്ലൊരു ഭാവി നൽകാൻ തന്റെ ദാരിദ്ര്യം തടസ്സമാകുമെന്ന് കണ്ട് ആരോ നല്ലവർ വളർത്തട്ടെ എന്ന് കരുതി അവൾ ആ കുഞ്ഞിനെ പള്ളിവാതിൽക്കൽ ഉപേക്ഷിച്ചതാണ്. തന്റെ കുഞ്ഞ് സുരക്ഷിതനാണോ എന്ന് ഒരു നോക്ക് കാണാൻ മാത്രമാണ് താൻ വന്നതെന്നും അവൾ പറഞ്ഞു. ഈ വിവരം ഗ്രാമത്തിൽ പടർന്നതോടെ കരീം ഖാൻ ഇമാമിന്റെ വീട്ടിലെത്തി സക്കീന കള്ളം പറയുകയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇമാം കുഞ്ഞിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ പഴയ ഏലസ് കരീം ഖാന്റെ മുന്നിൽ വെച്ചു. അത് കരീം ഖാന്റെ കുടുംബ പരമ്പരയിലുള്ള ഒരു ഏലസ് ആയിരുന്നു. അദ്ദേഹം പണ്ട് സക്കീനക്ക് നൽകിയ സമ്മാനമായിരുന്നു അത്. അതോടെ കരീം ഖാന്റെ കള്ളത്തരം പൊളിഞ്ഞു. തന്റെ അന്തസ് നിലനിർത്താൻ കരീം ഖാൻ ഗ്രാമത്തിലെ വലിയൊരു പഞ്ചായത്ത് വിളിച്ചുകൂട്ടി. സക്കീനക്ക് കുഞ്ഞിനെ വളർത്താൻ യോഗ്യതയില്ലെന്നും താൻ കുട്ടിയെ ഏറ്റെടുക്കുമെന്നും വാദിച്ചു. എന്നാൽ പഞ്ചായത്തിൽ വെച്ച് ഇമാം ആ ഏലസ് എല്ലാവരെയും കാണിക്കുകയും ഇതിന്റെ യഥാർത്ഥ ഉടമ കരീമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. നാണക്കേട് ഭയന്ന് കരീം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിറ്റേന്ന് ഇമാം ആ ഏലസ് ഒരു തട്ടാന്റെ സഹായത്തോടെ തുറന്നു. അതിനുള്ളിൽ വളരെ പഴയൊരു ചെറിയ കടലാസ് കഷ്ണം ഉണ്ടായിരുന്നു. അതിൽ സക്കീന തന്റെ കൈപ്പടയിൽ എഴുതി വച്ചിരുന്നു, ആരാണോ ഇവനെ സ്നേഹത്തോടെ വളർത്തുന്നത് ഇവൻ അവരുടേതാണ്. അന്ന് വൈകിട്ട് ഇമാം എല്ലാവരെയും തന്റെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടി.
കരീം ഭാര്യ റഹീമയും യൂസുഫും സുബൈദയും സക്കീനയും അവിടെ ഉണ്ടായിരുന്നു. റഹീം പറഞ്ഞു, പാപകറ പുരണ്ട തങ്ങളുടെ വീട്ടിൽ ആ കുഞ്ഞ് വളരരുതെന്നും അവന് വേണ്ടത് സ്നേഹമാണെന്നും അതവിടെ കിട്ടില്ലെന്നും അവൻ വ്യക്തമാക്കി. സക്കീന സുബൈദയുടെ കണ്ണുകളിലെ സ്നേഹം തിരിച്ചറിഞ്ഞു. കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞ് സുബൈദയെ നോക്കി പുഞ്ചിരിക്കുന്നത് അവൾ കണ്ടു. സക്കീന പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന ഇതായിരുന്നു, ആരാണോ ഇവനെ സ്നേഹത്തോടെ വളർത്തുന്നത് അവൻ്റേതാണ് എന്ന്. സുബൈദയുടെ കണ്ണുകളിൽ ആ സ്നേഹം എനിക്ക് കാണാം. എന്നാൽ ഒരു നിബന്ധനയുണ്ട്. ഇതിന് മറ്റൊരു ഉമ്മ കൂടി ഉണ്ടായിരുന്നു എന്ന് ഇവൻ അറിയണം. ഞാൻ ശല്യപ്പെടുത്തില്ല. എങ്കിലും ഇടയ്ക്ക് വന്ന് ഇവനെ ഒന്ന് കാണാൻ എനിക്ക് അനുവാദം തരണം. സുബൈദ സക്കീനയുടെ കൈകൾ ചേർത്ത് പിടിച്ചത് സമ്മതിച്ചു. യൂസുഫ് തൻ്റെ പരുക്കൻ കൈകളിൽ ആദ്യമായി നൂറിനെ എടുത്തപ്പോൾ ആനന്ദ കണ്ണീർ പൊഴിഞ്ഞു. സക്കീന കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് തൻ്റെ മനസ്സിൽ വലിയൊരു ഭാരം ഇറക്കി വെച്ച് ആശ്വാസത്തോടെ ആ ഗ്രാമത്തോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. അന്നു രാത്രി മാൽപൂർ ഗ്രാമത്തിൽ വലിയൊരു സമാധാനം നിലനിന്നിരുന്നു. യൂസുഫിൻ്റെയും സുബൈദയുടെയും വീട്ടിൽ ആദ്യമായി ഒരു കുഞ്ഞിൻ്റെ ശ്വാസതാളം മുഴങ്ങി. പള്ളിയിലെ ആ ശൂന്യമായ ചുമരിൽ നിലാവെളിച്ചം പരന്നു കിടന്നു. അവിടെ ഒരു ഉമ്മയുടെ പ്രാർത്ഥന സഫലമായിരിക്കുന്നു. ആരാണോ ഇവനെ സ്നേഹത്തോടെ വളർത്തുന്നത് അവൻ അവരുടേതാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്കിഷ്ടമായാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായിട്ട് തന്നെ ചേർക്കുക. ഇനി ഇതുപോലുള്ള കഥയുമായിട്ട് ഇനിയും വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.